നരകത്തിൽ നിന്ന് ആൾമാരെ ബച്ചവാ. ഇന്റെ ആൾമാർ എല്ലാ താൻ്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് മുസ്ലിം സമുദായത്തിൽ ഇത്ര കൊന്നോ ഉള്ളാർ, അവിടെ അടിച്ചോ ഉള്ളാർ, ഇവിടെ അടിച്ചോ ഉള്ളാർ, ഇങ്ക് കാലം തൗഹീദേ ചൊല്ലുമില്ല, ഇങ്ങനെ പൽക്കറുള്ളാർ. അവിടെ അങ്ങ് പയിച്ചിട്ടുള്ളാർ, ഇവിടെ അങ്ങ് പയിച്ചിട്ടുള്ളാർ, അവിടെ അങ്ങ് മറിച്ചോ ഉള്ളാർ, അത് വിഷയം ഒന്നും ചൊല്ലുകില്ല കുത്തുബത്തിൽ, ആ വിഷയം ഒന്നും പൽക്കവരില്ല. കാലി തൗഹീദും കാലി ദീന്റെ വിഷയമേ ചർച്ചയാക്കിയില്ല. ഇങ്ങ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തിനെ കണ്ടിട്ടില്ല? പരലോകത്തെ കണ്ടിട്ടില്ല. നരകത്തെ ബച്ചവാവും അത്ര വലിയ വിഷയത്തെ കണ്ടിട്ടില്ല. അങ്ക് ഇമ്പോർട്ടന്റ് എന്തിന്? മരണത്തിൽ നിന്ന് ബച്ചവാവും, മരിക്കുന്നതിൽ നിന്ന് ആൾമാരെ ബച്ചവാക്കും. എത്രേ കോശിച്ചാക്കുറു മരിക്കിൽ നിന്ന് എന്തായും ബച്ചവാവും. ഒരാൾ കോശിച്ചാക്കിയെങ്കിൽ നരകത്തിൽ നിന്ന് എന്താക്കാം? ബച്ചവാവാം. അവൻ എത്രേ കോശിച്ചാക്കിയെങ്കിൽ മരിപ്പിൽ നിന്ന് ഒരാൾ എന്താക്കാവല്ല ബച്ചവാക്കു സാധ്യത. ഇനി ഒരാൾക്ക് തൗഹീദിൻ മറിച്ചുണ്ടായെങ്കിൽ ഒരു RSS റൗണ്ട് കയ്യില, അല്ലെങ്കിൽ ഒരു BJP റൗണ്ട് കയ്യില, അല്ലെങ്കിൽ വേറെ റൗണ്ട് കയ്യിൽ ഒരുത്ത മറിച്ചുണ്ടായി ചെയ്തൊരു കൂലിയല്ലേ? അത് സലഫിമാർ മാത്രമേ ആക്കിയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. സത്യവിശ്വാസിമാരെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിക്കണം ചൊല്ലുന്നു. സ്വന്തത്തെ മറക്കാണ്ടെ കൂടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോട്ടും വസിയത്താക്കുന്ന ഉപദേശിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ പേടിച്ച് ജീവിക്കരെ മുത്തഖിമാരുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരും ആക്കി തീർക്കുക. ഇവിടെ ഒട്ടിക കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായി ഒരു അമലാക്കിയിട്ട് കബൂലാക്കി തീർക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിലെ ഒരു എക്സ്പ്ലനേഷൻ ഐത്തിക്കറ് അല്ലെങ്കിൽ തൗഹീദിന്റെ വിഷയ ഐത്തിക്കറ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നാം മനസ്സിലാക്കുക ഉദ്ദേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദീനില് എല്ലാത്തക്കാണ് യാറ പ്രധാനപ്പെട്ട് എല്ലാത്തക്കാണ് യാറ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയത്തിക്ക് തൗഹീദ്. സാധാരണ ഇത് ഞങ്ങൾ കേൾക്കുന്നതായ ഒരു വിഷയ ആയെങ്കിൽ ഇതൊരു വിഷയ എപ്പം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടും ഡിസ്കഷൻ ആക്കിയിട്ടും ഒരു റിന്യൂ ആക്കിയിട്ട് ഇക്വനായ ഒരു വിഷയത്തിക്ക് ಅಂದ್ರೆ തൗഹീദ്. ഞങ്ങൾ വിചാരിക്കുക നമുക്ക് തൗഹീദ് പിടിയുണ്ടു, ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പിടിയുണ്ടു. അതേപോലെ എത്രമാ സ്പീച്ച് ഞങ്ങൾ ഈ വിഷയത്തിൽ കേട്ടറ. അപ്പൊ ഇതും പിന്നും ഞങ്ങൾ ഇതിനെ വിഷയം എന്ത് ആഗ്രഹിച്ചുകൊണ്ട് ചില ആൾമാരെല്ലാം അങ്ങനെ വിചാരിക്കാനുള്ള യഥാർത്ഥത്തിൽ ഇതിന് ഇമ്പോർട്ടൻസ് പിടിയില്ലാത്ത സബലൈത്തിക്കറ് അങ്ങനത്തെ ഒരു ബിയാറ മനസ്സിൽ വേണം. തൗഹീദിന്റെ വിഷയം എപ്പം ഞങ്ങൾ കേട്ടു ഇന്ന് മാത്രമേ തൗഹീദ് ഗട്ടിയാവുകയും തൗഹീദിൽ നിലനിൽക്കുകയും തൗഹീദോട് കൂടിയിട്ട് മരണപ്പെടുകയും നമുക്ക് സാധ്യമാകും. ഇല്ലാണ്ടായും ഫസ്റ്റ് ഒരു ജസ്ബയ്ക്ക് തൗഹീദിന് അതിൽ പിന്നെ അത് തൗഹീദിന്റെ വിഷയം കേൾക്കാണ്ട് പോയെങ്കിൽ പിന്നെ അതെന്താവും ആ തൗഹീദിന്റെ വിഷയം കുറഞ്ഞിട്ട് ലാസ്റ്റില് കുഫറുകു പോലും എത്തുനായിട്ട് വേണം. ഗൊന്തില്ലാണ്ട് തൗഹീദിൽ നിന്ന് ഇല്ലാണ്ടായിക്കൊണ്ട് തൗഹീദ് മനസ്സിൽ നിന്ന് തെറിച്ചു പോണ്ട ഒരു അവസ്ഥ ബറുകുമയും. അപ്പൊ അത് കഴിത്തിക്ക് ഇസ്ലാം ഭയങ്കര ഗൗരവമായിട്ട് ഖുർആനിലും ഹദീസിലും യാറത്തിന് യാറ വിഷയ തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ചയാക്കി. അപ്പൊ അത് കഴിത്ത് തൗഹീദ് വിഷയം യാറ ഗൗരവമായിട്ട് ഞങ്ങൾ പഠിക്കണായി വന്നിട്ടിക്ക്. തൗഹീദ് ജീവനത്തിൽ പാലനാക്കുകയിട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഉണ്ടാക്കി, ഞങ്ങളെ സൃഷ്ടിച്ചിരമേ തൗഹീദ് ജീവനത്തിൽ കൊണ്ടുവരട്ടിക്ക്. ആ ആയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പിടിക്കും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തും മനുഷ്യവർഗത്തും നന്റെ ഇബാദത്തെടുക്കുകയല്ലാണ്ട് നാം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഉണ്ടാക്കിയതിന്റെ മക്സദേ അല്ലാഹുവിനെ മാത്രം ഇബാദത്താക്കി ജീവിക്കും, തൗഹീദുള്ളങ്ങായിട്ട് തീരും. അതേപോലെ ഒരാളുടെ തൗഹീദ് സമായെങ്കിൽ മാത്രമേ അവന്റെ ബാക്കിയുള്ള എല്ലാ അമലും സമാവും, അവന്റെ ബാക്കിയുള്ള ജീവനത്തെ ഏതൊരു കാര്യം സമാവും. തൗഹീദേ സമായിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ഒരു അമലും സമാവുള്ള ഒരു കാര്യം സമാവും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്റ്റ് കൽപ്പന തൗഹീദ്.
ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന ഞങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഫസ്റ്റ് കൽപ്പന എന്ത്? തൗഹീദ് ഏറ്റിക്ക്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യന്മാരെ നിങ്ങൾ മുന്നോളത്തെ ആൾമാർ ഉണ്ടാക്കിയോണായി നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ഇബാദത്താണ്. ഖുർആന്റെ ഫസ്റ്റ് വിരോധ തൗഹീദിಗೆ വിരോധായിട്ടുള്ള ശിർക്ക് വിഷയത്തിൽ വലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾക്ക് ഒന്നിന്തും നിങ്ങൾ അല്ലാഹുവിന് പാർട്ണർഷിപ്പ് ആക്കുತ್ತೀರಾ? അപ്പൊ ഖുർആന്റെ ഫസ്റ്റ് വിരോധം എന്ത്? തൗഹീദിಗೆ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശിർക്കിന്റെ വിഷയത്തിൽ ചൊല്ലുന്ന മനസ്സിലാക്കും. എല്ലാ നബിമാരും അങ്ങനെ സമുദായത്തിക്ക് ഫസ്റ്റ് ചൊന്ന വിഷയം എന്ത്? തൗഹീദ് ഏറ്റിക്ക്. ഞങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമോ മക്കത്തുക്ക് ಬಂತು സ്റ്റാർട്ട് ചൊന്നെന്ത്? തൗഹീദ് ഏറ്റിക്ക്. ഖുർആൻ അവതീർണായിരമേ തൗഹീദ് എക്സ്പ്ലെയിൻ ആക്കുക ഏറ്റിക്ക്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ചൊന്ന പോലെ അൽ ഖുർആൻ കുല്ലുഹു അത്തൗഹീദ്. ഖുർആൻ എല്ലാം തൗഹീദ് ഏറ്റിക്ക്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദ് പാലനാക്കിയ വിഷയത്തിക്ക് ചൊല്ലുന്നത്. അതല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായി ഷിർക്കിന്റെ വിഷയത്തിലുള്ള താക്കീത് ഏറ്റിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത്. ഖുർആനിൽ തൗഹീദ് ജീവനത്തിൽ പാലനാക്കിയ ചരിത്രം ഏറ്റിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത്. അതല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായ ഷിർക്ക് പാലനാക്കിയ ചരിത്രം അങ്ങനെ അങ്ക് കിട്ടിയതായ ശിക്ഷയുടെ വിഷയത്തിക്ക് അല്ലാഹു ഖുർആനിൽ ചൊല്ലുന്നത്. തൗഹീദ് പാലിക്കുന്ന മുഅ്മിനായ ആൾമാരുടെ അമല് എങ്ങനിക്കണം ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്താണ്. അതല്ലെങ്കിൽ തൗഹീദിന് വിരോധായിട്ടുള്ള മുശ്രിക്കായ ആൾമാരുടെ സ്വഭാവം എങ്ങനെ ഇക്കറി ചൊന്തും അതിൽ നിന്ന് എങ്ങനെ വിട്ടു നിൽക്കണം ചൊന്തുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലും. തൗഹീദ് പാലിക്കുന്ന മുഅ്മിനായ ആൾമാരുടെ അങ്ക് കിട്ടതായ പ്രതിഫലത്തെ വിഷയത്തിക്ക് അല്ലാഹു ചൊല്ലും. അതല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായി മുശ്രിക്കായ ആൾമാർക്ക് കിട്ടിയ ശിക്ഷ ഇട്ടിക്ക് അല്ലാഹു ഖുർആനിൽ ചൊല്ലും. അപ്പൊ ഖുർആൻ ടോട്ടലി നോക്കറിങ് എന്തിന്? തൗഹീദ് ഏറ്റിക്ക്. അതേ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹു ചൊല്ലുന്നു അൽ ഖുർആൻ കുല്ലുഹു അത്തൗഹീദ്. ഖുർആൻ എല്ലാം തൗഹീദ് ഏറ്റിക്ക്. സൂറത്തുൽ ഫാത്തിഹ തൗഹീദ് ഏറ്റിക്ക്. സൂറത്തുൽ ഫാത്തിഹ 4-ാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്റെ മാത്രം ഞങ്ങൾ ഇബാദത്താക്കും, നിന്റെ ഒട്ടിಗೆ മാത്രം ഞങ്ങൾ സഹായത്തെ. തൗഹീദ് ഏറ്റിക്ക്. ഒരാളുടെ എല്ലാ അമല് സ്വീകരിക്കുന്നുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ಬೇನ್ಮಾಯರೆಂದರೆ തൗഹീദ് ഏറ്റിക്ക്. ഒരാൾക്ക് സ്വർഗത്തിക്ക് കടക്കുക വേനായ ഒന്നാമത്തെ നിബന്ധന തൗഹീദ് ഏറ്റിക്ക്. ഒരു കൺട്രിയുടെ എന്നൊരു കൺട്രിക്ക് പോകുമ്പോഴത്തേക്കും എങ്ങനെ പാസ്പോർട്ട് വേണ അതേപോലെ സ്വർഗത്തിക്ക് കടക്കുന്നുണ്ടായെങ്കിൽ തൗഹീദ് മസ്റ്റ് ആയിട്ട്. ഒരു കൺട്രിയിൽ എന്നൊരു കൺട്രിക്ക് കടക്കുമ്പോൾ അവനോട് എല്ലാം ഉണ്ട്, വിസ ഉണ്ട്, അതേപോലെ എല്ലാ ഡോക്യുമെന്റ്സ് ഉണ്ട്, ആധാർ എന്തെല്ലാം ഉണ്ട്, അവനെല്ലാം കാട്ടും. ബട്ട് അവനുടെ പാസ്പോർട്ട് ഇല്ലെങ്കിൽ അവനക്ക് വേറൊരു കൺട്രിക്ക് കടക്കാൻ സാധ്യമില്ല. അതേപോലത്തെ വിഷയം ഒരാൾ എത്രയും അമലാക്കിയെങ്കിലും എത്രയും നിസ്കരിച്ചെങ്കിലും എത്രയും നോവ് പിടിച്ചെങ്കിലും എല്ലാ അമലാക്കിയെങ്കിലും എല്ലാ നല്ല സ്വഭാവവും കാട്ടിയെങ്കിലും തൗഹീദില്ല എന്തായെങ്കിൽ സ്വർഗത്ത് കടക്കാൻ സാധ്യമില്ല. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയത്തിക്ക് തൗഹീദ്. ഒരാളുടെ എല്ലാ തപ്പും മാഫായി കിട്ടുക കാരണം അവിടെ തൗഹീദ് ഏറ്റിക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒരാൾ കുഫറിലുള്ള ഒരാൾ തൗഹീദിന് ಬಂತು ഇസ്ലാം സ്വീകരിച്ചിട്ടായെങ്കിൽ അവന്റെ മുന്നിൽ കഴിഞ്ഞു പോയി എല്ലാ തപ്പും മാഫായി പോകുന്നുണ്ടായിത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാണ്. അപ്പൊ ഒരാളുടെ ജീവനത്തിൽ എല്ലാ താണ്ടി ಯಾರ ಇಂಪಾರ್ಟೆನ್ಸ್ ತೌಹೀದ್ ಐತಿಕ್ಕೋ. ഒരാൾ കാലാകാല നരകത്തിൽ നിന്ന് ബച്ചവാവനുണ്ടായെങ്കിൽ തൗഹീദ് വേണം. തപ്പുക്ക് ശിക്ഷ ഉണ്ട്. മാത്രമാ കാലാകാല നരകത്തിൽ നിലനിൽക്കുന്നവനും തൗഹീദ് ഇല്ലാത്തവനും മാത്രമേ ഇരിക്കണം. തൗഹീദ് ഉള്ളവനുണ്ടായെങ്കിൽ അവന്റെ ശിക്ഷ പിന്നെ നരകത്തിൽ നിന്ന് ബച്ചവാവിടാ ചൊല്ലത് ഡിഗ്രി നാം മനസ്സിലാക്കില്ല. അപ്പൊ ഞാൻ ഇത്ര ചൊന്നെങ്കിൽ തൗഹീദിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ ചൊല്ലത് കാട്ടുകേറ്റിക്സ്. അപ്പൊ തൗഹീദിന് ഇമ്പോർട്ടൻറ്റ് ഇല്ലാണ്ട് ചൊല്ലുறாங்க ಎಂದ್ರೆ ಅಂಗ ದೀನ್ ಪಡಿಚಿರಾರ അല്ലെങ്കിൽ ದೀನರ ವಿಷಯ ಎಂದ್ರ മനസ്സിലാക്കിರಾರ ചൊല്ലത് ടിക്കർ നാം മനസ്സിലാക്കുക. തൗഹീദിന് എത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ബാക്കിയുള്ള ദുനിയാവുടെ വിഷയത്തിക്ക് യാർ ഇമ്പോർട്ടൻസ് കൊടുക്കറങ്ങല കാണും. യഥാർത്ഥത്തിൽ അങ്ങ് ദീനുൽ ഇസ്ലാം എന്തിനു പഠിച്ചിട്ടില്ല ചൊല്ലത് ടിക്കർ നാം മനസ്സിലാക്കുക. തൗഹീദ് പഠിപ്പാട്ടു ಬಂದೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നെಂದ್ರೆ
ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനെ ചൊല്ലുന്നു നിങ്ങൾ പഠിക്കും, നിങ്ങൾ മനസ്സിലാവും. അപ്പൊ ആറ് തൗഹീദ് പഠിപ്പാട്ടൊക്കെ വന്ന നബിയൊട്ടിಗೆ എത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അത്രമാത്ര വലിയ എന്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിലെ കലിമത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിക്കും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഖൈറു ദുആഇ ദുആഉ യൗമ അറഫ. എല്ലാ തണ്ടി ദുആത്തിൽ എല്ലാ തണ്ടി അഫ്ളലായ ദുആ യൗമ അറഫയുടെ ദുആ, അറഫ നാളുടെ ദുആ. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി. നാ ചൊന്നതിലും നന്റെ മുതൽ കഴിഞ്ഞു പോയ നബിമാർ ചൊന്നതിലും എല്ലാ തണ്ടിയാറ ഖൈറായ പൽക ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതേ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ എന്തിരെ തൗഹീദ് ദിക്ർ നബി ചൊന്നതിലും നബിയുടെ മുതൽ കഴിഞ്ഞു പോയ 1.25 ലക്ഷം അമ്പിയാക്കന്മാർ ചൊന്ന പൽക്കത്തിൽ എല്ലാ തന്റെ അഫ്ളലായ പൽക തൗഹീദ് ദിക്ർ ചൊല്ലുന്നതാണ് മനസ്സിലാകും. അപ്പൊ ഇത് പഠിക്കരുത് യാറ ഞങ്ങളെ മേല് ഇമ്പോർട്ടൻറ്റ് ഉണ്ടു ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. ഇതൊരു ചെറിയ വിഷയമായിട്ട് കാണേണ്ടതല്ല, ഇതൊരു നിസ്സാരമായ കാര്യമല്ല, ഭയങ്കരമായിട്ട് ഞങ്ങൾ കാണുന്ന ഒന്നേറ്റ്. അപ്പൊ അത് കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ പഠിച്ചിരാമ, എത്രത്തോളം ഞങ്ങൾ പഠിച്ചിരാം, എത്രത്തോളം ഞങ്ങൾ ഇനി പഠിക്കൂ ഉണ്ടു ചൊല്ലത് ഒരു ചെറിയ ഒരു പരിശോധന ഞങ്ങളൊട്ടി ഉണ്ടാവുമെന്ന് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർത്ത മനസ്സിലാക്കില്ലാണ്ടായെങ്കിൽ അവന്റെ കാര്യം അപകടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ട് മറിച്ചുണ്ടായി, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ട് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അവന് മറിച്ചുണ്ടായി ദഖലൽ ജന്ന, അവൻ സ്വർഗത്ത് പോണ്ട. ആരെങ്കിലും അള്ളാഹു അല്ലാത്തങ്ങളൊട്ടിಗೆ ദ്വാർന്നിട്ട് അള്ളാഹുക്ക് പാർട്ട്ണർഷിപ്പ് ആക്കിയിട്ട് മറിച്ചുണ്ടായെങ്കിൽ ദഖലൻ നാർ, അവനു നരകത്തുക്ക് പോണ്ടാണ്ട് ദിക്ർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനെ നമ്മൾ പഠിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്തിന്? രണ്ടാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് റുക്കുൻ എന്തിന്, പില്ലർ എന്തിന്? മൂന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്ത് എന്തിന്, ഷർത്ത് എന്തിന്? നാലാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നവാഖിദ് എന്തിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാണ്ടാക്കരുത് എന്തിന്? ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണായ മെയിൻ വിഷയത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം കേട്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലാമോ, ചൊല്ലകാവോ? മാഷാ അല്ലാഹ്. അതെ, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഞങ്ങൾ സാധാരണ യാറത്തെ ആൾമാർ എന്തൊരു ചൊല്ല, അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹില്ല, അള്ളാഹു അല്ലാണ്ട് ഇലാഹില്ല, ഇങ്ങനെ ഇട്ടിച്ചോ അല്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ അത് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാണ്ട് ഇബാദത്ത് അർഹപ്പെട്ടവന് വേറെ ആരുമില്ല, അങ്ങനെ ഇട്ടിക്കുള്ള ഞങ്ങൾ ചൊല്ലുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അതേ ടിക്ക് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹപ്പെട്ടവനോ അള്ളാഹു അല്ലാണ്ട് വേറെ ആരും ഇല്ല അല്ലേ. ലാ മഅബൂദ, മഅബൂദ് ചെന്നെന്തിന് ആരാധിക്കപ്പെടും, ബിഹഖ്ഖിൻ അർഹപ്പെട്ട, ആരാധിക്കപ്പെടുക അർഹപ്പെട്ട ആൾ ഇല്ല, ആറുമില്ല, ആറല്ലാണ്ട് ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാണ്ട്. ഈ ഒരു അർത്ഥ ബെർദകും ചൊന്നതാ അല്ല ഖുർആന്റെ ആയത്ത് ദലീലേറ്റിക്കുന്നത്. ഉലമാക്കന്മാർ ഖുർആന്റെ ആയത്ത് എന്താക്കിനതുക്ക് ദലീൽ ചൊന്നതാ. ഏതായത്ത്? സൂറത്തുൽ ഹജ്ജിലെ 62 ആയത്തും സൂറത്തുൽ ലുഖ്മാനിലെ 30 ആയത്ത്. എന്തത്? സൂറത്തുൽ ഹജ്ജിലെ 62 ആയത്ത് ذلك بأن الله هو الحق, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തിക്ര ഹഖായിട്ടുള്ളോ, وأن ما يدعون من دونه هو الباطل, അല്ലാഹു അല്ലാത്ത വേറെ ഏതെല്ലാം ഉണ്ട് അതെല്ലാം ബാത്തിലേറ്റിക്ക്. وأن الله هو العلي الكبير. അപ്പോൾ ذلك بأن الله هو الحق, അപ്പൊ അല്ലാഹു ഇത്തിക്ര ഹഖായിട്ടുള്ളോ. ഇത് സൂറത്തുൽ ഹജ്ജിലെ 62 ആയത്ത്. സൂറത്തുൽ ലുഖ്മാനിലെ 30 ആയത്ത് ഇതേപോലത്തെ ആയത്ത് മാത്രം അവിടെ എന്തില്ല, ഇടയിൽ ഹുവ சொல்றதிല്ല. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل, അവിടെ മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ, ഇവിടെ മിൻ ദൂനിഹിൽ ബാത്തിൽ. അപ്പൊ ഏതെങ്കിലും ഇതേ ടിക്കർ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് ചൊല്ലുല്ലേ, ആ ഒരു അർത്ഥത്തിൽ
ദലീലായിട്ടുള്ള ആയത്ത് ചൊല്ലുന്ന മനസ്സിലാക്കും. ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാണ്ട് ഒരു എന്തില്ല മാബൂദില്ല. മയ്യൗറ അങ്ങനെ ചൊല്றது മയ്യൗറ മയ്യൗല്ല. മാബൂദ് ചൊന്ന എന്തില്ല ഞങ്ങൾ ഇപ്പൊ ചൊന്ന പോലെ ആരാധിക്കപ്പെടും അല്ലെ. ഒരാൾ ആരാധിക്കാവും മാബൂദാവുക. അപ്പൊ അള്ളാഹുരെ ആരാധിக்கிறங்க മുഷ്രിക്കായും അള്ളാഹുടെ ആരാധിக்கிறார் അല്ലെ. മക്ക മുഷ്രിക്കുമാറും അള്ളാഹുരെ ആരാധിച്ചറാ, അള്ളാഹുരെ ഇബാദത്താക്കിറാ. മക്ക മുഷ്രിക്കുമാറും അള്ളാഹുരുടെ ദ്വാർന്നറാറ് ചൊല്ലത് ഖുർആനിൽ എത്രമോ ദലീലുണ്ട്. ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അങ്ങ കപ്പൽക്ക് പറ്റിയുണ്ടായെങ്കിൽ കപ്പൽ എന്തായി വന്നു അപകടത്തിക്ക് പൂന്തുണ്ടായെങ്കിൽ എന്താക്കുക, ദഅഉ അല്ലാഹ അള്ളാഹുരൊട്ടിಗೆ ദ്വാർക്ക്. ദഅഉ ലാത്ത് ಅಂತಲ್ಲ, ദഅഉ ഉസ്സ ಅಂತಲ್ಲ, ദഅഉ അല്ലാഹ അള്ളാഹുരൊട്ടിಗೆ എത്തിക്കറങ്ങ ദ്വാർക്ക്. ഞങ്ങൾ ദ്വാർക്ക് മുഖ്ലിസീന ലഹുദ്ദീൻ, ഭയങ്കര ഇഖ്ലാസുള്ളങ്ങായിട്ട് എത്തിക്കറങ്ങ ദ്വാർക്ക്. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രിക്. അങ്ങനെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല കരക്ക് ബച്ചവാക്കിണ്ടായി അവിടെ പിന്നെ അങ്ങ് മുഷ്രിക് അങ്ങ് എന്താക്കാറ്, ശിർക്കാക്കാറ്. അപ്പൊ അള്ളാഹുരൊട്ടിಗೆ ഇബാദത്താക്കിற ആറിനാറ് മുഷ്രിക്കുമാറും മക്ക മുഷ്രിക്കുമാറും അള്ളാഹുരുടെ ദ്വാർന്ന് ഇന്നാറ് ഇബാദത്താക്കിന്നാറ്. അപ്പൊ ഇബാദത്താക്കരുതല്ല മെയിൻ, ഇബാദത്താക്കുക അർഹപ്പെട്ടോൺ അള്ളാഹു മാത്രം ചൊല്ലും. അതേ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്താക്കുക അർഹപ്പെട്ടോൺ അള്ളാഹു മാത്രമായിട്ടിക്കറ ചൊന്തയിട്ടിക്കറ്. ലാ മഅബൂദ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമായിട്ട് നാം മനസ്സിലാക്കുക. ഇനി അത് റുക്കുൻ എന്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് റുക്കുൻ എന്ത്, എത്ര റുക്കുൻ? റുക്കുൻ എന്ത് പില്ലർ, എത്ര പില്ലർ? ഇപ്പൊ ഇസ്ലാമിക്ക് പില്ലർ ഉണ്ടല്ലേ, അർക്കാനുൽ ഇസ്ലാം എത്ര? 5. അർക്കാനുൽ ഈമാൻ 6. അതേപോലെ അർക്കാനു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പില്ലറുണ്ട്. എത്ര പില്ലറുണ്ട്? എത്ര? 2. 2 പില്ലറായിട്ടിക്കത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതല്ല? ഒന്ന് നഫി, പിന്നൊന്ന് ഇസ്ബാത്ത്. നഫി ചൊന്നെങ്കിൽ എല്ലാത്തിനും നിഷേധിക്കര്. ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, ഒരു ഇലാഹും ഇല്ല ചൊന്നെങ്കിൽ അതിലെല്ലാം മലക്കുമാറുമില്ല. അതേപോലെ ഇബാദത്താക്കു അർഹപ്പെട്ട മലക്കുമാറുമില്ല, നബിമാറില്ല. അതേപോലെ ഔലിയാക്കന്മാരില്ല, അമ്പിയാക്കന്മാരില്ല, ദർഗയില്ല. അതേപോലെ ഒരു ദൈവമില്ല, ഒരു ദൈവമില്ല, ഒരാൾ, ഒരു കല്ലുമില്ല, ഒരു മരമില്ല, ഒരാളുമില്ല, ഒരു ഇലാഹും ഇല്ല. അതേ ടിക്കർ നഫി, ഒന്നാമത്തെ റൂപം. രണ്ടാമത്തേത് ഇസ്ബാത്ത്. ഇസ്ബാത്ത് എന്തര്? സ്ഥാപിക്കര്, ഉണ്ടുണ്ട് ചൊല്ലറ്. 6 ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാണ്ട്. അപ്പൊ ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹ് അല്ലാഹു മാത്രമില്ലേ. ഇബാദത്ത് എടുക്കുക അർഹപ്പെട്ടോണു അല്ലാഹു മാത്രമില്ലേ. അപ്പൊ ഇതേ ടിക്കറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 റുക്കുൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുക്കുള്ള ദലീൽ എന്തിന്, എവിഡൻസ് എന്തിന്? ഖുർആന്റെ ആയത്ത് സൂറത്തു നഹ്ലിലെ 36-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ ഉമ്മത്തിങ്ങകും നാം റസൂലിനെ കടത്തിര. എന്ത് കൈത്ത് റസൂൽമാരെ കടത്തിരെ? അനിഅബ്ദുല്ലാഹ, അല്ലാഹുവെ ഇബാദത്താക്കും, അല്ലാഹുവെ മാത്രം ഇബാദത്താക്കും. വജ്തനിബു ത്വാഗൂത്ത്, ത്വാഗൂത്തിനെ വിട്ടുകൊടും. വജ്തനിബു ചൊന്നെങ്കിൽ ഇബ്തഇദു, ദൂരെ പോണം, ഓടിയ പോണം. എന്തിർത്തിൽ നിന്ന്? ത്വാഗൂത്ത്, ത്വാഗൂത്തിൽ നിന്ന് ദൂരെ പോണം. അപ്പൊ ഇവിടെ വഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത്. അതേ ദിക്ർ എന്തിരെ? ഇല്ലല്ലാഹ്. വജ്തനിബു ത്വാഗൂത്ത്, ത്വാഗൂത്തിൽ നിന്ന് ദൂരെ പോണം. അതേ ദിക്ർ ലാ ഇലാഹ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ ദിക്ർ ഈ ആയത്ത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിലെ റുക്കുനായിട്ട് ഉലമാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വിഷയം നാം മനസ്സിലാക്കില്ല എന്താ വെച്ചെങ്കിൽ, അനിഅബ്ദുല്ലാഹ, അള്ളാഹുരെ ഇബാദത്താക്കുന്നുണ്ട്. ഈ ദിക്ർ യഥാർത്ഥത്തിൽ അർത്ഥം അവിടെ മാത്രാണ്ട് അങ്ങനെ അർത്ഥം വന്നി ഒരാൾ കേൾക്കുന്നത്. നിങ്ങൾ എവിടെ നോക്കിയെങ്കിലും ഇബാദത്തുക്ക് അള്ളാഹ് ചൊല്ലുമ്പോഴത്തേക്കും അള്ളാഹുരെ മാത്രാണ്ട് അർത്ഥം വയ്ക്കാറല്ലേ. അപ്പൊ മാത്രാണ്ട് എവിടെ അർത്ഥം മാത്ര ചൊല്ലതില്ലല്ലേ, അള്ളാഹുരെ ഇബാദത്താക്കുക അങ്ങനെയല്ലേ. അവിടെ എത്തിയിട്ട് നാം മനസ്സിലാക്കൂല്ല എന്ന് വെച്ചെങ്കിൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പൽക്കാണ്. ഇബ്നു അബ്ബാസ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഖുർആൻ പഠിച്ചതായി തഫ്സീർ
ಅಂದ್ರೆ ಎಲ್ಲಾ ತಂಟಿ ತಫ್ಸೀರ್ಲಿ ಎಲ್ಲಾ ತಂಟಿ വലിയ തഫ്സീർ ಅಂದ್ರೆ റഈസുൽ മുഫസ്സിരീൻ മുഫസ്സിർമാരുടെ ലീഡർ ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താക്കിയത്? ദ്വാർന്നത്, അല്ലാഹുവേ ഈ കിടാവ് നീ എന്താക്ക് ഖുർആൻ, നിന്റെ ഖുർആൻ നീ പടിപ്പാട്ടി കൊടുത്തു പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദ്വാർന്നത്. ആ ദുവത്തെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ എത്തിക്കറി എല്ലാ ತಂಟಿ ಅಂದ್ರೆ മുട്ടത്തെ എല്ലാ ತಂಟಿ കവിയായി എല്ലാ ತಂಟಿ ശക്തമായ തഫ്സീർ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലുற ഒരു പൽಕ നോക്കರು ಅಂದ್ರೆ കുല്ലു മാ വറദ ഫിൽ ഖുർആനി ബിൽ ഇബാദ, ഖുർആനിൽ എവിടെയുള്ള ഇബാദത്ത് ഉണ്ട് ಬಂದರ ಫಲ್ ಮುರಾದು ಬಿಹಿ ಅತ್ತೌಹೀದ್, ಅದರ ಅರ್ಥ ಅಂದ್ರೆ തൗഹീദ് ಐತಿ. അപ്പൊ തൗഹീദ് ಅಂದ್ರೆ മാത്ര ഉണ്ടാക്കരുത്, അള്ളാഹു ഒരു വರ್ತನೆ ആക്കരുത്. അപ്പൊ അവിടെ അനിഅ്ബുദുല്ലാഹ ചൊല്ലുമ്പോ അവിടെ എന്തിനാ അള്ളാഹു മാത്രം. അപ്പൊ അള്ളാഹു മാത്ര ഇബാദത്താക്കും ചൊല്ലുന്നേറ്റിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലുന്നു. വജ്തനിബു ത്വാഗൂത്ത്, ത്വാഗൂത്തിനെ നിങ്ങൾ വിട്ടുവിടും. ത്വാഗൂത്തിനെ വലിച്ചെറിയും. എന്തിനാ ത്വാഗൂത്ത്? ത്വാഗൂത്ത് എന്തിന്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി ചൊല്ലു അത്വാഗൂത്തു കസീറൂന, താഗൂത്ത് ചൊല്ലുന്നത് ചമ്മുണ്ട്. റുഊസുഹും ഖംസ, അതിലെല്ലാ ತಂಟಿ ലീഡറായിട്ടുള്ള 5 താഗൂത്ത് ചൊന്നെങ്കിൽ 5 എല്ലാ ತಂಟಿ പ്രധാനപ്പെട്ട. ഒന്ന് ഇബ്ലീസ്, ഷൈത്താൻ അല്ലെ, ഇബ്ലീസ് അവനൊരു താഗൂത്ത് എത്തിക്കണം. രണ്ടാമത്തേത് മൻ ഗയ്യറ അഹ്കാമുല്ലാഹ്, അള്ളാഹുവിന്റെ ഹുക്കും ഒരു ചേഞ്ച് ആക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹുക്കും നാസിലാക്കിട്ടിരിക്കുന്നു, അതിലെന്താക്കല് അതല്ലാണ്ട് വേറെത് ചൊല്ലും. അള്ളാഹു ഹുക്കുമുക്ക് എതിരായിട്ട് വേറെ ഹുക്കും ചൊല്ലു, അത് അള്ളാഹു ഹുക്കുമരെ ചേഞ്ച് ആക്കുകയാണ്. അങ്ങ് താഗൂത്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടങ്ങായിട്ടിരിക്കുകയാണ്. മൂന്നാമത്തേത് മൻ ഹക്കമ ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതീർണ ആക്കാത്തത് അവതീർണ ആക്കിയത് ചൊല്ല് എന്താക്കല് അങ്ങനത്തെ ഹുക്കും കൊടുക്കുക. ഫസ്റ്റ് രണ്ടാമത്തേത് എന്തൊരു അവതീർണ ആക്കിയതിന് ചേഞ്ച് ആക്കും. മൂന്നാമത്തേത് എന്തൊരു അവതീർണ ആക്കാത്തതിന് അവതീർണ ആക്കിയിട്ടും ചൊന്തു അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ അള്ളാഹുക്ക് എതിരായിട്ട് വേറെ ഒരു ഹുക്കുമരെ തൃപ്തിപ്പെട്ടിട്ട് അതിനെ നടപ്പാക്കും. അതും എന്തൊരു ത്വാഗൂത്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടങ്ങായിട്ടിരിക്കണം. നാലാമത്തേത് മൻ ദഅ ഇലാ ഇബാദത്തി നഫ്സി, സ്വന്തത്തിക്ക് നന്റെ ഇബാദത്താക്കി ചൊന്തു വിളിக்கிறோம். അല്ലേ, ഒരു മൈലാറ ചൊന്നത് കേൾക്കുന്നു. എതിരെ కాంతముర അറിയാൻటే ఉస్తాదుకు కొంతావంటే ఇని అల్లాహు ఎందుకు ఆక్రింటే నాకు కాండిల్ల అల్లాహు అంటే వెళ్ళి ആറായിട്ട ഉസ്താദായ ഇങ്ങനെ വലിയ ഉസ്താദ്. അപ്പൊ എന്തായിട്ട് ആ ഉസ്താദ് എന്തെങ്കിലും തടഞ്ഞെത്താ ഇല്ല, അതിക്കട്ടവിടെ പാസ്സായിട്ട് ഒരു ഇഖ്ലാസുള്ള ഒരാളുണ്ടായ എന്താക്കും എന്ത് നീ അച്ചൊന്ന സമാളം അല്ലേ. മാത്ര അയാൾ ഉദ്ദേശിക്കുന്നത് അയാൾ ഇബാദത്താക്കുകയായിട്ട് അയാൾ ഇബാദത്താക്കുക അയാൾ ഉദ്ദേശിച്ചുകൊണ്ടു ഇല്ലാണ്ടായെങ്കിൽ അയാൾ അതിനെന്താക്കും എന്ത് തടയണേ, തടഞ്ഞിട്ടില്ല. അതേപോലെ പിന്നോടത്തുള്ളത് ശ്രീ ശ്രീ രവിശങ്കർ അവണ് അല്ലേ. അതേപോലെ അമ്മ ഇങ്ങനെ എന്തിനു ചൊല്ലി അങ്ങനെ ഇബാദത്താക്കും ഇങ്ങനെയുള്ള താഹൂത്യങ്ങായിട്ടിരിക്കുന്നത്. അതേപോലെ അഞ്ചാമത്തേത് മൻ ഉബിദ മിൻ ദൂനില്ലാഹി ഫഹുവ അൻഹാ റാദിൻ, ഇബാദത്താക്കപ്പെടുന്നതിന് തൃപ്തിപ്പെടുക. ചൊല്ലില്ല இதுக்கு ஃபிட் ஆகும் அயால் எந்திரே சொல்லுல்ல நண்ட இபாதத்தை மாத்திர இபாதத்தாக்கப்படுறதுരെ തൃപ്തിപ്പെടുന്നത്. അങ്ങും എന്തിരെ ത്വാഗൂത്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടങ്ങായിട്ടിരിക്കുന്നത്. അവിടെ എത്തിക്കുന്ന ഈസാ നബി ത്വാഗൂത്ത, ഈസാ നബി ത്വാഗൂത്ത. ഈസാ നബി ആരാധിക്കപ്പെടുறாரு ക്രിസ്ത്യാനിമാർ, ഈസാ നബിയെ ഇബാദത്താക്കിടാറ്. ബട്ട് ഈസാ നബി എന്തരല്ല ത്വാഗൂത്തല്ല. കാരണം ഈസാ നബി ഒരിക്കും തൃപ്തിപ്പെട്ടിട്ടില്ല, തടഞ്ഞിரு. മാത്ര ആറ് തൃപ്തിപ്പെട്ടാറാ അങ്ങായിട്ടിരിക്കാറ് ത്വാഗൂത്യം. അങ്ങനെ എല്ലാവരും എന്താക്കണം നിങ്ങൾ വലിച്ചെറിയോന്നും ചൊന്തിട്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തില് നമുക്ക് പഠിപ്പാട്ടി തന്നെ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ യാറെ ജാഗ്രത ആക്കുന്ന ഈ ഒരു വിഷയത്തിക്ക് ശിർക്കാക്കാണ്ടിരിക്കരുതേറ്റിക്കര് അള്ളാഹുടെ ഇബാദത്താക്കുന്നതിനേക്കാണ് പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുടെ ഇബാദത്താക്കുന്നതിനേക്കാണ് പ്രധാനപ്പെട്ട കാര്യം എന്തിന് ശിർക്കാക്കാണ്ടിരിക്കും. അള്ളാഹുടെ ഇബാദത്ത് നാം പഠിച്ചെന്ന പോലെ ശിർക്കാക്കണം എന്താക്കുക അള്ളാഹുടെ ഇബാദത്താക്കുക.
ಮಾತ್ರ ಅಲ್ಲಾವ್ರ ಇಬಾದತ್ತಾಕಲದರಕಾಣ ಯಾರ ಪ್ರಧಾನಪಟ್ಟது ಅಂದ್ರೆ ಶಿರ್ಕಾಗುತ್ತೀರ ಅಲ್ಲಾವ್ ಅದೇ ಟಿಕ್ರಿ ಮೈನ್ ಅಲ್ಲಾವ್ರ ಇಬಾದತ್ತಾಕರೊಟ್ಟಿಗೆ ಶಿರ್ಕಾಕೂತೀರ അള്ളാഹുടെ ഇബാദത്ത് ആക്കിയിട്ട് ശിർക്കാക്കിയെങ്കിൽ ഒരു കാര്യമില്ല. അത് അള്ളാഹുടെ ഇബാദത്തിന്റെ പണ്ടില്ല. അള്ളാഹുടെ ഇബാദത്ത് എന്തല്ല ശിർക്കൊരൊട്ടിಗೆ മിക്സ് ആവില്ല. ഒരാളെ അള്ളാഹുടെ ഇബാദത്ത് ആക്കിരാ ചൊന്നെങ്കിൽ ശിർക്കാക്കിറോണ്ടാണ് അള്ളാഹുടെ ഇബാദത്ത് ആക്കിരാ ചൊന്നെങ്കിൽ അത് അള്ളാഹുരൊട്ടിക്കുള്ള ഇബാദത്താ അല്ല, അത് ഇബാദത്തിന്റെ പേര് കൊടുക്കില്ല. ആര് ചൊന്ന പോലെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ചൊന്ന പോലെ അയാളുടെ ഖവായിദുൽ അർബാൽ ചൊന്ന പോലെ എന്തിരെ നിസ്കാര അത് നിസ്കാര അവനുണ്ടായെങ്കിൽ എന്തിനു വേണം? ശുദ്ധി വേണം, ഉദു വേണം അല്ലേ? ഉദുഗു അശുദ്ധി മിക്സ് ആയിട്ടുണ്ടായെങ്കിൽ അവന് ഉദു ഇല്ല. ആ ഉദു ഇല്ലാണ്ട് ഓർത്ത നിസ്കരിച്ചെങ്കിൽ അത് നിസ്കാരാവടാ, അത് നിസ്കാരാവും. അതേപോലെ തൗഹീദ് ശിർക്ക് കലർന്നിട്ടുണ്ടായെങ്കിൽ അവൻ പിന്നെ എത്ര അള്ളാഹു ഇബാദത്താക്കിയെങ്കിൽ അതെന്തരല്ല അള്ളാഹുല്ലേ ഇബാദത്തല്ല. ഏതുപോലെ മക്ക മുശ്രിക്കുമാർ ആക്കിയോ ഇന്ന പോലെ മക്ക മുശ്രിക്കുമാർ അള്ളാഹു ഇബാദത്താക്കിയോ ഇന്നാറ്, ബട്ട് അള്ളാഹു അതിനെ ഇബാദത്തായിട്ട് പരിഗണിച്ചിട്ടില്ല അല്ലേ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ. മക്ക മുശ്രിക്കുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട വന്നാർ നബിയോട്ടിಗೆ ചൊന്നാർ നബി ഏതാ ഒരു കോംപ്രമൈസ് ആക്കാൻ. എന്തിനാ കോംപ്രമൈസ്? ഒരു വർഷ ഞങ്ങളെല്ലാവരും അള്ളാഹുരെ മാത്രം നീ ചൊന്ന പോലെ അള്ളാഹുരെ മാത്രം ഇബാദത്താക്കുക. നെക്സ്റ്റ് വർഷ ഞങ്ങളൊട്ടിಗೆ നീ പറഞ്ഞു അള്ളാഹുരെ ഇബാദത്താക്കുന്നു അല്ലാഹുത്തമോ ഇബാദത്താക്കുന്നു. ഇങ്ങനെ ഒരു കോംപ്രമൈസ് ഞങ്ങൾ ആക്കാം. അപ്പൊ ഇരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് നാസിലാക്കേ, ഏ കാഫിർമാരെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നീங்க ഇബാദത്താക്കുന്നിದ್ರೆ ನಾ ಇಬಾದತ್ತಾಕ್ತೀನಿ, ವಲಾ ಅಂതുಂ ಆಬಿದೂನ ಮಾ ಅಅ್ಬುದು, ನಾನು ಎದುರು ಇಬಾದತ್ತಾಕ್ರೆ ಅದು ನೀಂಗೂ ಇಬಾದತ್ತಾಕಿಲ್ಲ. അവർ അള്ളാഹുരെ അങ്ങ് ഇബാദത്താക്കി ഇന്നാറ്, ബട്ട് ആയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുறது நான் എതിരെ ഇബാദത്താക്കുறேன் അതിന് നിങ്ങും എന്താക്കില്ല ഇബാദത്താക്കില്ല. അപ്പൊ അങ്ങനെ ഇബാദത്ത് അത് പരിഗണനമേ അല്ല, അത് കൺസിഡറേ അല്ല. അപ്പൊ അതേ ടിക്കറ് മെയിൻ വിഷയം എന്തിന് അള്ളാഹുಗೂ ಶಿರ್ಕಾക്കാൻ ಟಿಕ್ಕರ್ದೆ ಟಿಕ್ಕರು മെയിൻ വിഷയം. അത് ടിക്കറ് ഖുറാനില് എവിടെയല്ല അള്ളാഹുരെ ഇബാദത്താക്കു ചൊന്നറ അപ്പമേ അള്ളാഹു ചൊല്ലുന്നതിന് ಶಿರ್ಕಾಕೋತೀರಾಂಟೈತಿ. ഖുറാനില് 99% ಜಾಗಲು ಅಲ್ಲಾಹ್ರ ಇಬಾದತ್ತಾಕು ಚೊನ್ನ ಉಡೆಮೆ ಒಟ್ಟಿಗೆ ಅಂದ್ರೆ ಚೊಲ್ರ ಅಲ್ಲಾಹು ಶಿರ್ಕಾಕು ತೀರಾಂಟೆ ಚೊಲ್ರ ಅല്ലേ? ഞങ്ങൾ പഠിച്ചെന്ന പോലെ യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങൾ ഉണ്ടാക്കിയവനായി നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ഇബാദത്താക്കും. ആ ആയത്ത് കഴിഞ്ഞിട്ട് അതിൽ നെക്സ്റ്റ് ആയത്തിൽ അള്ളാഹു അതിനൊട്ടിಗೆ ചൊല്ലുന്നതിന് വലാ തജഅലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുಗೂ പാർട്ട്ണർഷിപ്പ് ആക്കുತ್ತೀರಾ. അതേപോലെ നബിയൊട്ടിಗೆ പ്രഖ്യാപിക്കുക ചൊന്നരെന്തിന് ഖുൽ നബിയെ ചൊല്ലു ഇന്നമാ അദ്ഉ റബ്ബി, ನಾನು എൻ്റെ റബ്ബറൊട്ടിಗೆ ಮಾತ್ರ ಇಬಾದತ್ತಾಕ್ರಿ, ನಾನು എൻ്റെ റബ്ബറെ ಮಾತ್ರ ದುಆರ್ಕ್ರಿ, ವಲಾ ಉಶ್ರಿಕು ಬಿಹಿ ಅಹದ, അള്ളാഹുവിനൊട്ടിಗೆ ഞാൻ എന്താക്കില്ല ഷിർക്കാക്കില്ല. അതേപോലെ വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ഷൈഅ, ഇത് നബിമാർ അങ്ങനെ സമൂഹത്തൊട്ടിಗೆ ചൊന്ന പൽക്കൈറ്റിക്കർ അള്ളാഹുരെ മാത്ര ഇബാദത്താക്കರು, അള്ളാഹുക്ക് നിങ്ങൾ ഷിർക്കാക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ ചരിത്ര ചൊല്ലുന്നതിന് വഇലാ ആദിൻ അഖൗം ഹൂദ, ആദ് സമുദായത്തിക്ക് ഹൂദ് നബിനെ നാ കടത്തിയ ഖാല ഹൂദ് നബി ചൊന്തു യാ ഖൗം ഏ ഖൗമേ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുരെ മാത്രം ഇബാദത്താക്ക്, മാലക്കും മിൻ ഇലാഹിൻ ഗൈർ, അവനല്ലാണ്ട് ഒരു ഇലാഹ് നിങ്ങൾക്ക് വേറെ ഇല്ല. അപ്പൊ ഇലാഹായിട്ട് കാണുന്ന ആരെ അള്ളാഹുരെ മാത്രം ഇട്ടിക്ക്, അള്ളാഹു അല്ലാണ്ട് വേറെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. അപ്പൊ അവിടെ ഇത് ഇട്ടിക്കര് തൗഹീദ് ചൊല്ലറവിടെ ശിർക്കറും അവിടെ എന്താക്കിയത് ഖുറാനില് നമുക്ക് പടിപാട്ടി തന്നു. ഇനി അത് മാത്രമല്ല, നോക്കൂ ഒരു ഹദീസിൽ കാണും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസ്. മുആദ് റളിയല്ലാഹു അൻഹു சொல்ற കുന്തു റദീഫ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാർ, ನಾನು ಒರ್ಕ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರೊಟ್ಟಿಗೆ ഒരു കറ്റല് പെറോൾ തെച്ചിത്തിന്നെ, നബിരൊട്ടിಗೆ മേ പെറോളു തെച്ചിത്തിന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിളിച്ചിട്ട് യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമമാർക്ക് അള്ളാഹുരൊട്ടിക്കുള്ള ഹക്ക് എന്തിനെ നിക്ക് പിടി ഉണ്ടാ, വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അതേപോലെ അള്ളാഹുക്കു അടിമമാറുള്ള ഹക്ക് എന്തിനെ പിടി ഉണ്ടാ. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലു അല്ലാഹു റസൂലു അലൈഹി, അല്ലാഹു റസൂലുമായി ഇക്റാർ
എല്ലാത്തಂಟಿ ಯಾರ പിടിയില്ല. ഇതൊരു അദബ്. ഇതിൽ എത്രമാ അദബ് നമുക്ക് ഈ ഹദീസിൽ പഠിക്കുള്ളൂ. ഒന്നാമത്തേത് ಅಂದ್ರೆ കത്തരെ പെറോൾ തെച്ചാൽ അതൊരു അദബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി കാട്ടണയാണ്. അപ്പൊ ഒരു ആലിമായും ഒരു ഇൽമുലൂരി അറിയപ്പെട്ട അയാളുടെ പെറോലി ഇക്കുകയിട്ടിക്കൊണ്ട് തന്നെ യാറ കോശിഷാക്കണം. ഉലമാക്കന്മാർ ഈ ഹദീസെല്ലാം വിശദീകരിക്കുമ്പോ ആ അദബെല്ലാം നമുക്ക് പഠിപ്പാട് കണ്ടതില്ല. അതേപോലെ ഒരു ടീച്ചർക്കുള്ള അദബ് ഇതിലുണ്ട്. എന്തൊരു ഫസ്റ്റ് കോൺസെൻട്രേഷൻ, സ്റ്റുഡൻസ്മാർ കോൺസെൻട്രേഷൻ എടുക്കുക, ഒരു ക്വസ്റ്റ്യൻ കേക്ക് അതേ റസൂൽ കേക്ക് പിടിയുണ്ടാ എന്തിനാ ഫസ്റ്റിಗೆ ವಿಷಯ சொல்றಲ್ಲ, ಫಸ್ಟಿಗೆ ஒரு ಕ್ವಶನ್ ಕೇಕ್. ಅಪ್ಪ ಎಲ್ಲ ಎಂದ್ರದನ್ನು ಚೊಂತ ஒரு ಕಾನ್ಸಂಟ್ರೇಷನ್ ಪಂಡು ಆ ಶ್ರದ್ಧ ಪಂಡು. അപ്പൊ അതും ഒരു ടീച്ചർമാർക്കുള്ള ഒരു അദബ്. അതേപോലെ ഇവിടെ മാദ്രലെല്ലാം അല്ലാഹു റസൂലു ആലം, അതും ഒരു അദബിൽപ്പെട്ടതേക്ക്. അല്ലാഹു റസൂൽ കേട്ടിക്ക് യാറ പിടിയുന്നു. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അങ്ങനെ ചൊല്ലാമോ? ഒരാൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലാഹു റസൂലു ആലം അങ്ങനെ ചൊല്ലാമോ? ചൊല്ലാമോ? ഉലമാക്കന്മാർ ചൊല്ലാം ദീന്റെ വിഷയം എന്തായാലും ചൊല്ലാം. ദീന്റെ വിഷയം ഒരാൾ നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോ നമുക്ക് അത് പിടില്ല ഉണ്ടായെങ്കിൽ അള്ളാഹു റസൂലു ആലം ചൊല്ലാം. മാത്രം ദുനിയാവൊരു വിഷയം ആകുമ്പോൾ അവിടെ അള്ളാഹു ആലം ആയി തിക്കണു ഞങ്ങൾ ചൊല്ലണം. അങ്ങനെ ഇവിടെ മുആദ് എന്താക്കിയിട്ട് അള്ളാഹു റസൂലു ആലം ചൊല്ലും. அப்ப நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்றேன், ஒரு அடிமைக்கு அல்லாஹ்வுக்கு காட்டனாய எல்லாத்தாண்டி வெளிய ஹக் ಎಂದರೆ فإن حق الله على العباد أن يعبدوه ولا يشركوا به شيئا. അല്ലാഹുവരെ മാത്രം ഇബാദത്താക്കണു, അവനുക്ക് ഒരാളും ഷിർക്കാക്കുത്തീരാ. അപ്പൊ ഇബാദത്താക്കണു ചൊന്തു നിപ്പാട്ടിട്ടില്ല, പിന്നെന്തരെ ചൊന്തു ഷിർക്കാക്കുത്തീരാ. ഇതേ ടിക്കർ ഒരു അടിമക്ക് അല്ലാഹുവരുടെ കാട്ടനായ ഹക്ക്. അതേപോലെ വഹഖുൽ ഇബാദി അലല്ലാഹ്, അല്ലാഹു അവന്റെ അടിമമാരുടെ കാട്ടനായ ഹക്ക്. അള്ളാഹു അവന്റെ അടിമമാരൊട്ടിಗೆ കാട്ടനായ ഹക്ക് ചൊന്നി എന്തിരെ അള്ളാഹുരെ ഹക്ക് ഞങ്ങൾ പിടിച്ചെടുക്കുന്നതാണ്. അള്ളാഹുരുടെ മേലെ അധികാരം നമുക്കില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ഔദാര്യത്തിക്ക് അള്ളാഹു സ്വന്തം എന്താക്കിരെ ഹക്കാക്കിട്ട് വെച്ചിരെ. അല്ലാണ്ട് ഞങ്ങ അള്ളാഹുരൊട്ടിಗೆ ഓർഡർ ആക്കിയതാ അല്ലെങ്കിൽ അങ്ങനെ ഹക്ക് കാട്ടണമെന്ന് പിടിച്ചെടുത്തതാ എന്തും അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യത്തില് അള്ളാഹു അത് ഹക്കായിട്ട് വെച്ചിരേറ്റിക്ക്. എന്തത് അള്ളാഹു ആറ് ശിർക്കാക്കില്ലമാ അങ്ങനെ ശിക്ഷിക്കാണ്ടിക്കരുത്. അത് അള്ളാഹു അവന്റെ മേൽ ഹക്കായിട്ട് അവന് വെച്ചതേറ്റിക്കരുത് അല്ലേ. അപ്പൊ ഇവിടെ എന്താക്കിയിട്ടില്ല, അള്ളാഹു ഇബാദത്ത് അള്ളാഹുടെ ഇബാദത്താക്കുന്ന വിഷയം ചൊന്തയില്ല. ആരെ ശിക്ഷിക്കില്ലാണ്ട് അള്ളാഹു ചൊന്തരെ അള്ളാഹു ശിർക്കാക്കാത്തെങ്കിലേ അള്ളാഹു ശിക്ഷിക്കില്ലാണ്ട് ഏറ്റിക്കുന്നത്. അപ്പൊ ശിർക്കാക്കാൻ ടിക്കുന്നത് അള്ളാഹ് തന്റെ എന്തര് പ്രധാനപ്പെട്ട കാര്യ അല്ലേ. അതേറ്റിക്ക് എല്ലാ തന്നെ ഇമ്പോർട്ടൻറ്റ്. ശിർക്കിൽ നിന്ന് ആൾമാർക്ക് നമ്മൾ ബച്ചവാകും. തൗഹീദ് ആൾമാർക്ക് നമ്മൾ ചൊന്നുകൊടുക്കൊട്ടികമേ ശിർക്കിൽ നിന്ന് ആൾമാർ എന്താക്കണം ബച്ചവാകും. ഇതേറ്റിക്ക് ആൾമാരുടെ നമ്മൾ ചൊല്ലില്ല, നരകത്തിൽ നിന്ന് ആൾമാർ ബച്ചവാകും. ഇന്റെ ആൾമാർ എല്ലാ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് മുസ്ലിം സമുദായത്തിൽ ഇത്ര കൊന്നോ ഉള്ളാറ്, അവിടെ അടിച്ചോ ഉള്ളാറ്, ഇവിടെ അടിച്ചോ ഉള്ളാറ്, ഇങ്ക് കാലം തൗഹീദേ ചൊല്ലുമില്ല, ഇങ്ങനെ പൽക്കരുള്ള അവിടെ അങ്ങ് പയിച്ചിട്ടുള്ളാർ, ഇവിടെ അങ്ങ് പയിച്ചിട്ടുള്ളാർ, അവിടെ അങ്ങ് മറിച്ചുള്ളാർ. അത് വിഷയം ചൊല്ലുകില്ല കുത്തുബത്തിൽ. ആ വിഷയം പൽക്കവരില്ല. കാലി തൗഹീദും കാലി ദീന്റെ വിഷയമേ ചർച്ചയാക്കിയില്ല. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തിനെ കണ്ടിട്ടില്ല, പരലോകത്തെ കണ്ടിട്ടില്ല. നരകത്തെ ബച്ചവാവും അത്ര വലിയ വിഷയത്തെ കണ്ടിട്ടില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്തിന് മരണത്തിൽ നിന്ന് ബച്ചവാവും, മരിക്കുന്നതിൽ നിന്ന് ആൾമാരെ ബച്ചവാക്കും. എത്രേ കോശിച്ചാക്കുറു മരിക്കിൽ നിന്ന് എന്തായും ബച്ചവാവും. ഒരാൾ കോശിച്ചാക്കിയെങ്കിൽ നരകത്തിൽ നിന്ന് എന്താക്കാം ബച്ചവാവാം. അവൻ എത്രയെ കോശിച്ചാക്കിയെങ്കിൽ മരിപ്പിൽ നിന്ന് ഒരാൾ എന്താക്കാവല്ല ബച്ചവാക്കു സാധ്യത. ഇനി ഒരാൾക്ക് തൗഹീദിൻ മറിച്ചുണ്ടായെങ്കിൽ ഒരു RSS അവന്റെ കയ്യില, അല്ലെങ്കിൽ ഒരു BJP അവന്റെ കയ്യിൽ, അല്ലെങ്കിൽ വേറെ ആരുടെ കയ്യിൽ ഒരുത്ത മറിച്ചുണ്ടായെങ്കിൽ ചെയ്തൊരു കൂലിയല്ലേ. അത് സലഫിമാർ മാത്രമേ ആക്കിയുള്ളൂ. നരകത്തിൽ നിന്ന് ആൾമാരെ ബച്ചവാക്കിയുള്ളാറ് സലഫിമാറായിട്ട്. അത് ഇട്ടിക്കരി എല്ലാത്താണ്ട് ഇമ്പോർട്ടൻ്റ് ആൾമാർക്ക് നമ്മൾ ചൊന്നു കൊടുക്കൂല്ലേ. അല്ലാണ്ട് ആൾമാരുടെ നടുവ് ചർച്ചാക്കുന്നുണ്ടല്ല. ആൾമാരുടെ നടുവ് ഇപ്പൊ ഒരാൾ പൈച്ചിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ആക്കണം, അതേപോലെ ഒരാളുടെ വിഷയത്തില് അങ്ങനെ ഒരു എന്താ ഒരു അന്യായം കാട്ടുമ്പോ അതൊക്കെ ഞങ്ങൾ എതിർക്കണം. അതല്ല അല്ലാണ്ട് ചൊല്ല മാത്രം എല്ലാത്താണ്ട് യാറ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തിനാ നമുക്കില്ലേ ആൾമാർക്ക് തൗഹീദ് എത്തുപാട്ടി കൊടുക്കണം, ആൾമാരുടെ നരകത്തിൽ നിന്ന് ബച്ചവാക്കണം.
സ്വർഗത്തിക്ക് എത്തുമ്പോൾ ട്രഷറാക്കണം. അതേ ടിക്കറ് യാറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചൊല്ലത് നാം മനസ്സിലാവും. അപ്പൊ ഇത്ര വിഷയ ടിക്കറ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചൊല്ലുകയായിട്ട് നാം ഉദ്ദേശിച്ച് ഇതിലെ ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. തൗഹീദിന്റെ വിഷയം യാറെ പഠിക്കുകയും അതേപോലെ തൗഹീദിൽ വെട്ടി നിൽക്കുകയും തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടിട്ട് മരിക്കുകയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പറെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള രോഗത്തെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.